ഹരേ കൃഷ്ണ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം നമ്മൾ താഴ്ന്നു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ആ സമയത്തൊക്കെ നമ്മളെ വളരെ മോശമായി തന്നെ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ വളരെ മോശമായ രീതിയിൽ നമ്മളോട് പെരുമാറിയ വ്യക്തികൾ ഒരുപാട് പേര് ഉണ്ടാവും അല്ലെ. വളരെ ഒരുപക്ഷെ ചുരുക്കം ആൾക്കാർ മാത്രമേ നമുക്കൊരു സപ്പോർട്ടായിട്ട് കൈത്താങ്ങായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നിട്ടുണ്ടാവും. ഈ അവസ്ഥകളെല്ലാം നമ്മൾ തരണം ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വളരെ നല്ലൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ പരിശ്രമത്തിലൂടെയും നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായി നമുക്ക് നല്ലൊരു സമയം വന്നു ചേരുമ്പോൾ നമ്മളോട് മുഖം തിരിച്ചു നിന്ന പല വ്യക്തികളും നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ സ്നേഹത്തെ വിശ്വസിക്കരുത് കേട്ടോ. നമ്മുടെ ഇതിഹാസമായ മഹാഭാരതം അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെ നൽകുന്നുണ്ട്. പാണ്ഡവർക്ക് ഗാണ്ഡവപ്രസ്ഥം നൽകി അവരെ ഹസ്തിനാപുരിയിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവരവരുടെ ജീവിതത്തിൽ വളരെ മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ അവർ ഗാണ്ഡവപ്രസ്ഥത്തിലെത്തി ആ ഒരു സ്ഥലത്തെ ഇന്ദ്രപ്രസ്ഥമാക്കിയതിനു ശേഷം അവരുടെ ആ ഒരു വളർച്ച കണ്ട് അവരോട് അസൂയ തോന്നി അവരുടെ കൂടെ കൂടി അവരെ പിന്നെയും ഹസ്തിനാപുരിയിലേക്ക് ക്ഷണിച്ച് അപമാനിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് കൗരവാദികൾ. ഇതിന്റെ ഒരു പരിണിത ഫലം തന്നെയാണ് പാഞ്ചാലിയുടെ വസ്ത്രാഹരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആരും അല്ലാതായിരുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ തണലായി ആരുണ്ടായിരുന്നുവോ അവരിൽ മാത്രം വിശ്വാസം അർപ്പിക്കാം. അല്ലാതെ നമ്മളെല്ലാം നേടിയതിനു ശേഷം നമ്മുടെ നേട്ടങ്ങളുടെ ഭാഗമാവാൻ ശ്രമിക്കുന്ന ആരെയും തന്നെ നിങ്ങൾ വിശ്വസിക്കരുത്, കൂടെ കൂട്ടാനും ശ്രമിക്കരുത്. കാരണം അവരുടെ അസൂയയുടെ കണ്ണുകൾ നിങ്ങളുടെ മേലെ ഇന്നും തന്നെ ഉണ്ടാവും. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.